ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ ഈ കൊല്ലത്തെ ഫാമിലി ട്രിപ്പ് എല്ലാ കൊല്ലം പോകുന്നതാണ്. അപ്പോൾ ഈ കൊല്ലവും നമ്മൾ മുടക്ക് വരുത്താണ്ട് പോകുന്നു. ഫാമിലി ട്രിപ്പായി നമ്മൾ സ്ഥലം ഞാൻ പറയാം, വഴിയെ പറയാം. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങി. അങ്ങനെ വണ്ടീൻ്റെ ഉള്ളിലത്തെ ഒരു ആംബിയൻസും ഇതൊക്കെ കാണിച്ച് നമ്മൾ എവിടേക്കാ പോണേ ഇത് ഗായ്സ്. അങ്ങനെ കൊയിലാൻഡ് എത്താറായി. അടിപൊളി പറയാൻ എല്ലാവരും ഇപ്പോൾ ഉറങ്ങുന്ന റെസ്റ്റ് എടുക്കുകയാണ്. അപ്പൊ ഞാൻ കാണിച്ചു തരാം ബാക്കി. അങ്ങനെ നല്ല വിശപ്പുള്ളതുകൊണ്ട് സ്ഥലം നോക്കി ഒരു സ്ഥലം പോലും ഭക്ഷണം കഴിക്കാൻ കിട്ടിയില്ല. ഹേ ഗായ്സ്, അങ്ങനെ എവിടെയാ പാനൂരെത്തി. പാനൂര് ഞങ്ങൾ ഫുഡ് അടിക്കാൻ കയറിക്കുക. കാരണം വേറൊരു കടയില്ല പറഞ്ഞാൽ ഒരു വെജ് റെസ്റ്റോറൻറ്റ് നമുക്ക് കിട്ടാനില്ല ഇവിടെ. നമുക്കൊരു മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇപ്പൊ മാഹി ഉള്ളി കൂടെ ഒക്കെ വന്ന് നമ്മൾ കൊട്ടിയൂർക്കാണ് പോണത്. കൊട്ടിയൂരിന്റെ ഇടയിൽ ഒരു കട പോലും ഇല്ല രാവിലെ. അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് നമുക്കൊരു കട കിട്ടി. അപ്പോൾ ഉള്ളത് കഴിക്കാച്ച് പൂരിയും മസാലയും കടലയും ഒക്കെ കൂട്ടി നമ്മൾ കഴിച്ച് ഒരു ചായയും കുടിച്ചു. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കണം, കൊട്ടിയൂർക്ക് രാവിലെ വരുമ്പോൾ എല്ലാവരും ഫുഡ് ഒന്ന് പാക്ക് ചെയ്യുക, അല്ലെങ്കിൽ കടകളൊക്കെ നോക്കി വെക്കുക. ചിലതൊക്കെ ഒന്നും തുറക്കില്ല, എന്നാലും ഒന്ന് നോക്കി വെച്ച് വരിക. അവരുടെ സ്പെഷ്യൽ ഓടപ്പൂ കണ്ടപ്പോൾ തന്നെ കൊട്ടിയൂർ എനിക്ക് മനസ്സിലായി. പിന്നെ കടകളും ഷോപ്പും പിന്നെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. അപ്പോൾ മഴയും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. മഴയും നമ്മൾ കോട ഇതൊക്കെ ആക്കിയിട്ട് എല്ലാവരും നടന്നു തുടങ്ങി നേരെ കൊട്ടിയൂർക്ക്. കൊല്ലത്തിൽ ഒരു വട്ടം തുറക്കണ അക്കരെ കൊട്ടിയൂർക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഈ പോണ വഴിയും ആൾക്കാർ തിരക്കും മഴയുള്ള കാരണം നമ്മൾ കുടയൊക്കെ നിവർത്തിയിട്ടാണ് പോകുന്നത്. നല്ല തിരക്കാണ്. അപ്പോൾ ഈ വട്ടം ഒന്നുകൂടി തിരക്ക് കൂടുതലാണ് ഞാൻ മുമ്പത്തെ കൊല്ലം പോയപ്പോൾ ഇത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കൊല്ലം നന്നായിട്ട് തിരക്കുണ്ട്. നമ്മൾ നടന്ന് എത്തുന്നത് ഈ പുഴയിലാണ്, ഭവാനിപ്പുഴ. ഇത് ഫേമസ് ആയിട്ടുള്ള ഒരു പുഴയാണ്. നമ്മുടെ അക്കരെ കൊട്ടിയൂരിൻ്റെയും ഇക്കരെ കൊട്ടിയൂരിൻ്റെയും നടുക്കിലാണ് ഈ പുഴ. അപ്പോൾ ഇവിടെ ഒന്ന് കുളിച്ചിട്ട് ആൾക്കാരൊക്കെ ഒന്ന് കുളിച്ച് ഒന്ന് സെറ്റായിട്ടൊക്കെയാണ് നമ്മൾ നേരെ അക്കരെ കൊട്ടിയൂർക്ക് പോവുക. അപ്പോൾ എല്ലാവരും നമ്മളിവിടെ കാലൊക്കെ കഴുകി ഒന്ന് സെറ്റായിട്ട് അക്കരെ കൊട്ടിയൂർക്ക് നടക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് പോണ വഴിയിൽ കാണാം. ഇനി നമുക്ക് അക്കരെ കൊട്ടിയൂർക്ക് പോവാം. ഇനി പോണ വഴികളും അമ്പലവും നമുക്ക് കണ്ട് അങ്ങനെ അക്കരെ കൊട്ടിയൂർക്ക് എത്തി. ഇവിടെ വൈശാഖ മഹോത്സവം നടക്കുകയാണ്. കൊല്ലത്ത് ഒരിക്കലാണ് ഇതുവരെ, ജൂൺ ജൂലൈ മാസത്തിലാണ് ഇത് വരാറ്. ഈ അമ്പലം വെള്ളത്തിലായതന്നെ നല്ല വൈബാണ്, രസമാണ് ഇതൊക്കെ കാണാൻ. ഈ അമ്പലത്തിന് തന്നെ ഒരു സ്റ്റോറി ഉണ്ട്. ദക്ഷിണ കാശി എന്ന് പറഞ്ഞ ഈ കൊട്ടിയൂരിൽ ദക്ഷിണ പ്രജാപതിന് വേണ്ടി ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് ശിവഭഗവാനെ കളിയാക്കിയിട്ട് ഇതാക്കിയിട്ടാണ് സതീദേവി ആ അഗ്നിക്ക് എടുത്ത് ചാടിയത്. അങ്ങനെ ശിവഭഗവാന് ദേഷ്യവും വിഷമവും ഒക്കെ വന്നിട്ട് ശിവതാണ്ഡവം ആടിയിട്ട് അയാളുടെ ജടേന് വീരഭദ്രൻ ഉപയോഗിച്ച യാഗം അതോടെ അങ്ങനെയാണ് ദക്ഷിണ കൊണ്ടത്. ചെറുതായിട്ട് എനിക്ക് അറിയുള്ളൂ. പിന്നെയും സ്റ്റോറീസ് ഉണ്ട് ഇതിന്, കഥ കുറച്ചുകൂടി ഉണ്ട്. പക്ഷെ എനിക്ക് അറിയുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി എൻ്റെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി നമുക്ക് കൊട്ടിയൂരിൻ്റെ ആ ഭംഗിയും നമുക്ക് കാണാം. ഇവിടെ ഈ സൈഡിൽ തന്നെ ഫോട്ടോ എടുക്കാനും ആൾക്കാർക്ക് ഫാമിലിയൊക്കെ വന്ന് ഫോട്ടോ എടുക്കുക. പിന്നെ ടോയ്ലറ്റ് ഒക്കെ ഏരിയ ഉണ്ട് എല്ലാത്തിനും. പിന്നെ പ്രസാദം കൗണ്ടർ എല്ലാം ഉണ്ട് ഇവിടെ. നമുക്കപ്പോൾ ടൈം എടുത്ത് എല്ലാം കണ്ട് മെല്ലെ എല്ലാം തൊഴുതിട്ട് നന്നായി ദർശനം ചെയ്ത് ഇറങ്ങാം. ഈ കാണുന്ന ഇളനീരൊക്കെ എന്താ അറിയോ, ഒരു പൂജേൻ്റെ ഒരു ഭാഗമായിരുന്നു ഇതൊക്കെ. അപ്പോൾ ഞാൻ വന്ന ദിവസം അവിടെ പൂജ ഇല്ലായിരുന്നു. അതിന് മുമ്പത്തെ ദിവസം പൂജേൻ്റെ ഭാഗങ്ങളിലാണ് ഈ ഇളനീര് വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഒഴുകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഈ മരം കണ്ട നമ്മളിവിടെ കല്ല് വെച്ചിട്ട് നമ്മൾ ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു തരണമെന്നും പറയുന്നു. അപ്പോൾ എല്ലാവരും വരിക. പിന്നെ നമ്മൾ ഫാമിലിക്ക് ആയിട്ട് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് പോകുന്നു. അങ്ങനെ അക്കരെ കൊട്ടിയൂർക്ക് വന്നതിൽ നമ്മൾ ഇക്കരെ കൊട്ടിയൂർ കാണാണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇക്കരെ കൊട്ടിയൂർക്ക് വന്നു. അവിടെയും നല്ല തിരക്കുണ്ട്. പക്ഷേ ഇവിടെയും ദർശനം ചെയ്തിട്ട് ജസ്റ്റ് പോകണം. ഓക്കെ, പിന്നെ അവിടുത്തെ സ്പെഷ്യൽ സാധനമാണ് ഈ ഓടപ്പൂ. അപ്പോൾ അവിടെ ഇത് ഉണ്ടാക്കുന്നത് കാണാൻ ജായി രസമാണ്. നമ്മൾ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്തൊന്നും മേടിക്കരുത്, കുറച്ച് നീങ്ങിയിട്ട് മേടിച്ചാൽ നമുക്ക് റേറ്റ് കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് കാണുമ്പോൾ ജായി രസമാണ്. ചെറുപ്പം പിള്ളേർ തൊട്ട് വലിയ ആൾക്കാർ വരെ ഇതിൻ്റെ ഉണ്ടാക്കുന്ന ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതും ഒക്കെ ഞാൻ പറയാം. ഇതിൽ ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോസ്. അതായത് നമ്മുടെ കൊട്ടയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഓട, അതിന്റെ അധികം മൂക്കാത്തോ അതെടുത്ത് അത് വെട്ടിക്കൊണ്ട് വന്നിട്ട് നമ്മളിതിന്റെ പച്ചപ്പ് ചീകളെ. ഓക്കെ, ഈ ടൈപ്പ് ചീ കളഞ്ഞിട്ട്
ചുറ്റിക്കോ കല്ല് വെച്ച് പതുക്കെ ഇടിച്ചിറക്കും. ഇടിച്ചിറക്കി കഴിയുമ്പോൾ ഏകദേശം ഇതേപോലെയാവും. ഓക്കെ. അതിനുശേഷം ഈ പ്രോസസ്സാണ്. ഇതുപോലത്തെ ഒരു മുള്ളു വെച്ചിട്ട് ചീ കഴിയുമ്പോൾ ഇതേപോലെയാവും. ഓക്കെ. ആ മുള്ളു വെച്ച് ചീരിയിട്ട് ഇതേപോലെ നൈസ് ആവില്ലോ? ഓക്കെ. എന്നിട്ട് അതിങ്ങനെ ഷേപ്പിലാക്കി ഓരോന്നായിട്ട് ഇതാക്കൂല്ലേ? ഓക്കെ. പിന്നെ ഒരു കാര്യം, പെണ്ണുങ്ങൾക്ക് വരാൻ ഇവിടെ പ്രത്യേക ഡേറ്റ് ഉണ്ട്. ഈ കൊല്ലാണെങ്കിൽ ജൂൺ 20 വരെയാണ് പെണ്ണുങ്ങൾക്ക് വരിക. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ വയനാടിൻ്റെ ബ്രഹ്മഗിരി ആയിട്ടുള്ള ഹോട്ടലിലേക്ക് വന്നേക്കാണ്. ഇനി ബാക്കി ഞാൻ കാണിക്കാം. കൊട്ടൂർ യാത്ര കഴിഞ്ഞ് നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഒന്നേ തിരുനെല്ലി അല്ലെങ്കിൽ തിരിച്ചല്ലി. ഇത് എല്ലാവരും റെഡി അതിൻ്റെ കൂടെ. നമ്മളിനി റൂം എടുത്തു. നമ്മൾ ബ്രഹ്മഗിരി സ്ഥിരം വരാനുള്ള റൂമിലേക്കാണ് വന്നേക്കുന്നത്. അപ്പം ഇനി കാണാം. നമുക്ക് ഒന്നെങ്കിൽ തിരുനെല്ലി അല്ലെങ്കിൽ തിരിച്ചല്ലിയിലേക്ക് കാണാം. ഒരു അരമണിക്കൂർ യാത്ര ഉണ്ട് അടുത്ത അമ്പലത്തേക്ക്, തൃശ്ശിലേരി. അതും ഒരു ശിവക്ഷേത്രമാണ്. അതും നല്ലൊരു രസമാണ്, ഞാൻ കാണിക്കാം. കൊറ്റൂർ ദർശനം കഴിഞ്ഞ് ഞങ്ങൾ തൃശ്ശിലേരി അമ്പലത്തേക്ക് വന്നേക്കാണ്. ഇനി ഇവിടെ ദർശനം ചെയ്യണം. ഇവിടെ ഭയങ്കര ക്വയറ്റ്, നല്ല ആംബിയൻസ് ഉള്ള ഒരു പ്ലേസാണ്. അപ്പോൾ ഇനി ഇവിടെ തോന്നിട്ട് ബാക്കി കാണാം. ഇവിടെ ഭയങ്കര രസമുള്ള ബ്യൂട്ടി ആയിട്ടുള്ള കോളവും നല്ല വ്യൂ, ഒരു തിരക്കില്ലാത്തൊരു വൈബ്. നമ്മളങ്ങനെ തൃശ്ശിലേരി അമ്പലത്തേക്ക് വന്നേക്കാണ്. അപ്പോൾ ഇവിടെയും ഇതിൻ്റെ കാഴ്ചകളും ഞാൻ വഴിയെ കാണിക്കാം. ഏറ്റവും ബ്യൂട്ടിയാണ് ഈ കാണുന്നത്. ഏത് കളർ വെള്ളം! ഓ, ഈ കുളം കാണുമ്പോഴേ നമുക്ക് എന്ത് രസമായിട്ട് തോന്നുന്നറിയും. നമുക്കിങ്ങനെ കുറച്ച് നേരം അവിടെ ഇരിക്കാനേ തോന്നും. ഭയങ്കര വൈബാണ്. അത് രസമായിട്ട് നമ്മൾ പോയി. ഈ അമ്പലം തന്നെ ഒരു കാട്ടില്ല. അപ്പോൾ അതിൻ്റെ ശബ്ദം കേൾക്കണം. ശ്രദ്ധിച്ച് കേട്ടാൽ നമുക്ക് തൃശ്ശൂരി അമ്പലത്തിൻ്റെ എന്ത് ഭംഗി അറിയും. കോടൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നത് കാണാൻ ഒരു രസമാണ്. ഇവിടെ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഏരിയനെ കാണുമ്പോൾ അധികം ആൾക്കാർ ഇങ്ങോട്ട് വരില്ല. ജാതി രസം. ഇത് വല്ലാത്തൊരു വൈബാണ്. ഇവിടെ കാടും മഞ്ഞിറങ്ങുന്നതും എന്ത് രസം അറിയോ. തൃശ്ശൂരി അമ്പലത്തിൻ്റെ ദർശനം കഴിഞ്ഞ് നമ്മൾ തിരുനെല്ലിക്ക് പോവാണ്. അപ്പോൾ ഈ അമ്പലം തന്നെ കാണുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ജാതി രസമാണ് ഇതൊക്കെ, ഈ സ്ഥലങ്ങളും ഇതൊക്കെ കാണാൻ. അങ്ങനെ നമ്മൾ തിരുനെല്ലി യാത്ര തുടങ്ങി. കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്ത് നമ്മളിപ്പോൾ തിരുനെല്ലിക്കാണ് പോകുന്നത്. മാനുകളും മാൻകൂട്ടം ഒക്കെ കണ്ട് നല്ല വ്യൂവും കാടിൻ്റെ വ്യൂ ഒക്കെ കൊണ്ട് നമ്മളിപ്പോൾ അമ്പലത്തേക്ക് എത്തുകയാണ്. അങ്ങനെ തിരുശ്ശേരി അമ്പലം കഴിഞ്ഞ് നമ്മളിപ്പോൾ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാണാൻ ഞാൻ ഉള്ളിലേക്ക് കയറിയിട്ട് ബാക്കി കാണിക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ചുറ്റും കാടായതുകൊണ്ട് ആ ശബ്ദം ഇതൊക്കെ കേട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് നമുക്ക് അമ്പലം ദർശനം ചെയ്യാം. നല്ല വൈബാണ് ഇവിടെ. ഒരു പ്രത്യേകത ഉണ്ട്. ഈ 4 മലകൾ ഒക്കെ ചേർന്നിട്ടാണ് അതിൻ്റെ നടുക്കിലാണ് ഇത് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ബ്രഹ്മഗിരി, നീലഗിരി, പിന്നെ വേറെ 2 ഉണ്ട്. അത് ഞാൻ വിശദമായിട്ട് പറയാം. ഓക്കെ ഗൈസ്, ഏതൊക്കെയാ കമ്പമല. ഓക്കെ, എല്ലാവരും കൂടിയിട്ടുള്ള ഫോട്ടോയും അമ്പലത്തിൻ്റെ വൈബും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുക. അങ്ങനെ തിരുനെല്ലി ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. അങ്ങനെ കൊട്ടിയൂർ, തൃശ്ശിലേരി, പിന്നെ തിരുനെല്ലി ഒക്കെ കണ്ടു. ഇനി ഞാൻ റൂമിൽ പോവാണ്. നാളെ വയനാടൊക്കെ ഇറങ്ങും. വയനാടിൻ്റെ ബ്യൂട്ടി നമുക്ക് നാളെ കാണാം. ഓക്കെ ഗൈസ്, ബൈ. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, വയനാടിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടതാണ്. നമ്മൾ മുമ്പത്തെ വട്ടം പോകുമ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഓരോ ദൃശ്യങ്ങൾ കിട്ടാറുണ്ട്. ഈ വട്ടവും നമുക്ക് ഇത് കണ്ട മുകളിൽ തന്നെ ഒരു ആനയൊക്കെ ഉണ്ട്. അടിയിൽ 2 ആനയും മുകളിലൊരു ആനയും. ഓക്കെ ഗൈസ്, അതിന് ബ്യൂട്ടി ആയിട്ട് നമുക്ക് കണ്ട് രസിച്ച് പോവാം. ഓക്കെ ഗൈസ്, ബൈ. Day 1 വിശേഷം കഴിഞ്ഞു. Day 2 ഫോളോ മോർ ഫോർ ബോബ് ദ ഫുഡി.